ശശി തരൂർ ബി.ജെ.പിയിലേക്ക് പോകുമോ? കേരളത്തിൽ മാത്രമല്ല അങ്ങ് ദേശീയ ചാനലുകളിലും തരൂരിന്റെ ബി.ജെ.പി പ്രവേശനം സംബന്ധിച്ച വാർത്തകളും ചോദ്യങ്ങളും അനവധിയാണ്. അടിക്കടി മോദി സ്തുതിയിൽ ലയിക്കുന്ന തരൂർ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. പക്ഷിയും ചിറകും പറക്കാൻ അനുമതി വേണ്ടാത്ത ആകാശവും ശശി തരൂരും കോൺഗ്രസും എന്ന നിലയിലേക്ക് രണ്ട് ചേരിപ്പോരിനും വാക്ചാതുരിയുടെ മനോഹര പോരാട്ടത്തിനും കളമൊരുക്കി. മനുസ്മൃതിയും ഭരണഘടനയും RSSന്റെ മനംമാറ്റം വരെ തരൂർ വാക്കുകളാൽ മയപ്പെടുത്തിയപ്പോൾ മല്ലികാർജുൻ ഖാർഗെ മുതൽ ഇങ്ങോട്ട് പല കോൺഗ്രസ് നേതാക്കളും തരൂരിനെതിരെയും രംഗത്തു വന്നു. തരൂരിന്റെ മോദി സ്തുതിയായ ലേഖനം ദേശീയ മാധ്യമത്തിൽ വന്നതോടെയാണ് ഇടയ്ക്ക് നടങ്ങിയ തരൂരിന്റെ ബി.ജെ.പി പ്രവേശന ചർച്ചകൾ വീണ്ടും കരുത്താർജിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രതിനിധി സംഘത്തിന്റെ തലപ്പത്ത് പാർട്ടിയുടെ അനുവാദം തേടാതെ തരൂർ നടത്തിയ യാത്രയും കോൺഗ്രസിനുള്ളിൽ അതൃപ്തി വലുതാക്കിയിരുന്നു. പിന്നാലെ പാർട്ടിയെ പരിഹസിക്കും വിധമുള്ള ട്വീറ്റുകളും മറുപടിയായി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നതുമെല്ലാം തരൂർ പാർട്ടി വിടുമെന്ന അഭ്യൂഹം ശക്തമാക്കി. ശശി തരൂർ മോദിയെ പ്രശംസിച്ച് ദി ഹിന്ദു പത്രത്തിലെഴുതിയ ലേഖനം തരൂരിന്റെ പാർട്ടിയായ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയപ്പോൾ ബി.ജെ.പി അത് തങ്ങൾക്ക് അനുകൂലമായ PR ആക്കി മാറ്റി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഊർജവും ഉഷിരും ഇടപെടാനുള്ള സന്നദ്ധതയും ആഗോളവേദിയിൽ ഇന്ത്യയുടെ സ്വത്താണെന്നും സമാനതകളില്ലാത്തതാണെന്നും തരൂർ പറഞ്ഞ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഷെയർ ചെയ്തത് അവസരം മുതലെടുക്കാനായാണ്. പിന്നാലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ MP തരൂരിനെ പരോക്ഷമായി വിമർശിച്ചു.